കഴിഞ്ഞ 57 വർഷം ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി ജീവിച്ച അനിത സാമുവേൽ 1967 ഫെബ്രുവരി മാസം 15-ാം തീയതി കുന്നത്ത് പീടികയിൽ ഭവനത്തിൽ ഏലിയാമ്മ പി സ്റ്റീഫൻ ദമ്പതികളുടെ 11 മക്കളിൽ ഏറ്റവും ഇളയവളായി ജനിക്കുവാൻ ഭാഗ്യമുണ്ടായി. തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം 1984 യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും താൻ അറിഞ്ഞ വിശ്വാസ മാർഗത്തിനു വേണ്ടി വീട്ടിൽ നിന്നും ഏകയായി ധൈര്യത്തോടുകൂടെ സ്നാനപ്പെടുവാനും കർത്താവ് അവസരങ്ങൾ കൊടുത്തു. തൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ബാക്കിയുള്ള ദിവസങ്ങൾ പ്രേക്ഷിത ദൗത്യവും കർത്താവിൻ്റെ വേലയുമാണെന്ന് താൻ തിരിച്ചറിഞ്ഞ നാഴികയിൽ തന്നെ 2002 പാസ്റ്റർ PM സാമുവേലിനെ വിവാഹം കഴിക്കുകയും ഈ കഴിഞ്ഞ വ്യാഴാഴ്ച നിത്യതയിൽ ചേർക്കുന്നിടം വരെ ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി ജീവിക്കുകയും ചെയ്തു. ആ നല്ല ദൈവദാസിയുടെ ജീവിതത്തിനായി കരങ്ങളെ ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറയാമോ? കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ 28-ാം തീയതി മാർച്ച് മാസം 28-ാം തീയതി രാവിലെ 8:35 ആയ സമയത്ത് താൻ പ്രത്യാശിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാൻ കർത്താവ് അവസരങ്ങൾ കൊടുത്തു. അവരുടെ കുടുംബജീവിതത്തിൽ ദൈവം അവർക്ക് കൊടുത്ത മക്കളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ലിജി മാത്യു സാമുവേൽ, ലെനി മാത്യു സാമുവേൽ, ഇളയ പൈതൽ ഐസക് സാമുവേൽ. ഇവരുടെ പ്രത്യാശ നിറഞ്ഞ ഭവനത്തിനും അവരുടെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിനുമായി ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ എപ്പോഴും പറയാനുള്ള വാക്കുകളുണ്ട്, ഞാൻ ഇനി അധികം ഒന്നും സംസാരിക്കുന്നില്ല. എല്ലാവരുടെയും ഭൗതിക ശരീരത്തിന് മുമ്പിൽ റെസ്റ്റ് ഇൻ പീസ് എന്നോ ശാന്തമായി പോയി വിശ്രമിക്കാമെന്നോ ആർക്കും പറയാൻ പറ്റത്തില്ല. പക്ഷെ ധൈര്യത്തോടെ നമുക്ക് പറയാൻ പറ്റും, കർത്താവിൻ്റെ ദാസിക്ക് ധൈര്യത്തോടെ വിശ്രമിക്കാൻ പറ്റുമെന്നൊരു വലിയ പ്രത്യാശ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എനിക്കെൻ്റെ വാക്കുകൾ നിർത്തിയേ പറ്റത്തുള്ളൂ, പക്ഷേ ചില വാക്കുകൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു ഒരു 15 വർഷമായി ഞാൻ അനിത ആൻറ്റിയെ കാണുവാൻ തുടങ്ങിയിട്ട്. മാവേലിക്കരയിൽ ഞാൻ ശുശ്രൂഷകൾക്ക് പല സ്ഥലങ്ങളിൽ വരുന്ന സമയത്ത് അന്ന് സാമുവേൽ പാസ്റ്ററും അനിത ആൻറ്റിയും ഇളയ ഐസക്കുമായിട്ട് കൈക്കുഞ്ഞൊക്കെ ആയിരിക്കുന്ന സമയത്ത് എവിടെ പ്രസംഗിക്കാൻ വന്നാലും മുൻനിരയിൽ വന്നു നിൽക്കുന്ന ആ ചുറുചുറുക്കുള്ള ആ ദൈവദാസിയെ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. പിന്നീട് അവർ ശുശ്രൂഷിച്ച ചർച്ച് ഓഫ് ഗോഡ് സഭയുമായിട്ട് ബന്ധപ്പെട്ട് പലതവണ ഞങ്ങൾ വന്നിട്ടുണ്ട്. പലതവണ വിളിച്ചിട്ടുണ്ടെങ്കിലും വരാൻ പറ്റിയില്ല. എങ്കിലും ഒരിക്കലും അവർ നിൽക്കുന്ന 2ാമത്തെ നിലയിലെ ആ ചർച്ചിൽ ശുശ്രൂഷിക്കാൻ വന്ന സമയത്ത് ഞാൻ കാണാനിടയ ഒരു പ്രത്യേക കാഴ്ചയുണ്ട്. ഒരു ഓൾറൗണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം. എന്താ പറയണ്ടേ? വർഷിപ്പ് ലീഡ് ചെയ്യണോ അതിന് റെഡിയാണ്, പ്രസംഗിക്കണോ അതിന് റെഡിയാണ്, ഒരു സഭായോഗം മുഴുവൻ നിയന്ത്രിക്കണോ അതിന് റെഡിയാണ്. അത്രയും ധൈര്യശാലിയായി ഇന്ന് ശുശ്രൂഷിച്ച ആ ദൈവമകൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കോവിഡ് വരെയും അവർ ശുശ്രൂഷയിൽ കുടുംബമായിട്ട് വ്യാപൃതരായിരുന്നു. പക്ഷേ സാമുവേൽ ചാൻ്റെ ആരോഗ്യസ്ഥിതിക്ക് കാര്യമായ ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് കോവിഡ് കഴിഞ്ഞ് ഞങ്ങൾ 2018 ചാത്തന്നൂരിൽ ഇൻ ക്രൈസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. എനിക്കൊരു ചർച്ച് മിനിസ്ട്രി ഉണ്ട് എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ 2018 ചർച്ച് മിനിസ്ട്രി തുടങ്ങി. കോവിഡ് കഴിഞ്ഞ് 1.5 വർഷം മുമ്പ് കോവിഡെല്ലാം കഴിഞ്ഞ ശേഷം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങളും കൂടെ ചാത്തന്നൂർ വന്ന് ശുശ്രൂഷിച്ചോട്ടെ എന്ന്, ഞങ്ങളും കൂടെ വിശ്വാസികളായിട്ടിരുന്നോട്ടെ എന്ന് ചോദിച്ചു. ശേഷമുള്ള കാലങ്ങൾ ഞങ്ങൾ അവിടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങളുടെ ശുശ്രൂഷകൾ സഭാ ശുശ്രൂഷയിൽ ഞങ്ങൾ വിരമിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് വന്നോളാൻ പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ ജനുവരി മാസം മാവേലിക്കലിൽ പ്രവർത്തനം തുടങ്ങുന്ന സമയം വരെയും എല്ലാ ദിവസവും ഏറ്റവും അധികം ചർച്ചിൽ വരാൻ ഇറങ്ങുന്ന കുടുംബങ്ങളിൽ ഒരു കുടുംബമായിരുന്നു അനിത ആൻറ്റിയുടെ കുടുംബം. 7 മണിക്ക് ഇവിടുന്ന് ഇറങ്ങി വരും. ആദ്യം ചർച്ചിൽ വരും. എല്ലാ ദിവസവും ആരാധനയിൽ മുടങ്ങാതെ സാമുവേൽ ചാൻ്റെ സഹോദരൻ പറഞ്ഞതുപോലെ ഒരു കൊച്ചു കുഞ്ഞിനെ പരിപാലിക്കുന്നത് പോലെ ഈ കർത്താവിൻ്റെ ദാസനെ നോക്കി ഒരമ്മയുടെ സ്ഥാനത്ത് മറ്റു സഹോദരിമാർ പറഞ്ഞതുപോലെ ആളിളിളയവളാണെങ്കിലും പക്വത കൊണ്ടും ദൈവപരിജ്ഞാനം കൊണ്ടും ആ കുടുംബത്തിലെ മൂത്ത ആളുകൾ ചെയ്യേണ്ടുന്ന പല ശുശ്രൂഷകളും ചെയ്ത് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ ഞാൻ ഓർക്കുന്നു 6 മാസം മുമ്പ് ഒരിക്കൽ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പാസ്റ്ററെ ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആരോഗ്യം നോക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം, ഞാൻ ആരോഗ്യം നോക്കി ഞാൻ ആശുപത്രിയിൽ പോയാൽ അച്ചാനെ ആര് നോക്കും? ഇതായിരുന്നു ഏറ്റവും വലിയ ചോദ്യം. അവസാനം ഫെബ്രുവരി മാസത്തിൽ ശാരീരികമായി സുഖമില്ല എന്നറിഞ്ഞു. ഞാൻ ആ സമയത്ത് അയർലൻഡിൽ ശുശ്രൂഷിക്കുകയാണ്. സഹോദരിമാർ പലരും പറഞ്ഞിട്ടും ആശുപത്രിയിൽ പോകുന്നില്ല എന്ന് അറിഞ്ഞിട്ട് ഐസക്കിനെ ഞാൻ ബന്ധപ്പെട്ടു. ഐസക്കിനെ ബന്ധപ്പെട്ടിട്ട് ഈ സഹോദരിയുടെ ഒരു പ്രത്യേകത, വേദപുസ്തകത്തിൻ്റെ ഒരു സഹോദരിയുമായിട്ട് ഉപമിക്കാൻ എന്നോട് പറഞ്ഞാൽ ഞാൻ പറയും, യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിലിരുന്ന മറിയയോട് ഞാൻ ഈ ദൈവദാസി ഉപമിക്കും. നിങ്ങൾക്ക് എത്ര പേരുണ്ടെങ്കിൽ ചൂടെ ചേർന്ന് ആമേൻ പറയാൻ പറ്റും?
ഈ കാലഘട്ടത്തിൽ ഫേസ്ബുക്ക് ഇല്ലാത്ത എത്ര പേർ ഇവിടെയുണ്ട്? ഈ കാലഘട്ടത്തിൽ വാട്സപ്പ് ഫോണിൽ ഇല്ലാത്ത എത്ര പേർ ഇവിടെയുണ്ട്? ഈ തലമുറയിൽ വീട്ടിലൊരു TV ഇല്ലാത്ത എത്ര പേർ ഇവിടെയുണ്ട്? അതൊന്നുമില്ലാതെ നമുക്കൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതൊന്നുമില്ലാതെ 57 വർഷം കർത്താവിൻ്റെ കാൽക്കലിരുന്ന് ജീവിക്കാൻ പറ്റുമെന്ന് തെളിയിച്ച ഒരു ദൈവദാസിയുടെ ദേഹവിയോഗത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങളിങ്ങനെ ഇരുന്നാൽ പോരാ. നിങ്ങളുടെ വായിൽ സ്തോത്രങ്ങൾ വരണം, നിങ്ങളുടെ വായിൽ സ്തുതികൾ വരണം. ചിലർക്കൊക്കെ ഒരു തോന്നലുണ്ടാകും, അനിതേ നീ കർത്താവിന് വേണ്ടി നിന്നിട്ട് എന്ത് കിട്ടി എന്നൊരു തോന്നലുണ്ടാകും. വേദപുസ്തകം പറയുന്നൊരു വാക്യമുണ്ട്, നിങ്ങൾ ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾ സകല മനുഷ്യന്മാരിലും അരിഷ്ടന്മാരത്രേ. അനിതയോടിയത് ഇവിടെ കാറ് വാങ്ങിക്കാനോ, അനിതയോടിയത് ഇവിടെ ഒരു ബംഗ്ലാവ് വെക്കാനോ, അനിതയോടിയത് ഇതിനൊന്നിനും വേണ്ടിയായിരുന്നില്ല. അനിത ഓടിയതും അധ്വാനിച്ചതും ഒരാത്മാവിനെയെങ്കിലും നേടാൻ പറ്റുമെങ്കിൽ, എനിക്ക് തോന്നുന്നു അവസാനത്തെ ലാപ്പ് 1 വർഷം ഓടിയത് ഭയങ്കര തിടുക്കപ്പെട്ടായിരുന്നു ഓടിയത്. ആ വീട്ടിലുള്ള പലരെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് എൻ്റെ കൈ കൊണ്ട് സ്നാനമേൽപ്പിച്ചു. എന്നോട് പറഞ്ഞത് എൻ്റെ സഹോദരിയാണ്, ഇതെൻ്റെ സഹോദരിയാണ്, പാസ്റ്റർ സ്നാനപ്പെടുത്തണം. ഒരു തിടുക്കപ്പെട്ടുള്ള ഓട്ടം. പക്ഷേ ഫെബ്രുവരി മാസം ഞാൻ പറഞ്ഞു ആശുപത്രിയിൽ പോയേ പറ്റത്തുള്ളൂ. ഞാൻ വഴക്ക് പറഞ്ഞു. ഒരു പാസ്റ്റർ എന്ന നിലയിൽ എൻ്റെ കൺസേൺ ഞാൻ അറിയിച്ച് ഞാൻ വഴക്ക് പറഞ്ഞു. എനിക്ക് തോന്നുന്നു എൻ്റെ വഴക്കൂടെ കേട്ടിട്ടാണ് അന്ന് ബിലിവേഴ്സിൽ പോയത്. ബിലിവേഴ്സിൽ പോയിട്ട് തിരിച്ചു വന്ന് എന്നോട് പറഞ്ഞു, ഇനി എന്നോട് ആശുപത്രിയിൽ പോകാൻ പറയരുത്. അതിനുശേഷം ഓടി ഇവിടെ വന്നു, പ്രാർത്ഥിച്ചു. ഇൻ്റർനെറ്റ് ഇല്ലാത്ത, പത്രം വായിക്കാത്ത, TV ഇല്ലാത്ത, ഇതൊന്നും പറ്റത്തില്ല പാസ്റ്റർ. ഇതൊന്നും ഇല്ലാതെ ആളുകൾക്ക് ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല. ധൈര്യത്തോടെ എനിക്ക് ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ നല്ല ധൈര്യത്തോടെ യാത്രയാക്കാൻ പറ്റും. ഒരു ദൈവ പൈതൽ എത്തേണ്ട സ്ഥലത്ത് ആ മകൾ എത്തിയിട്ടുണ്ട്. എൻ്റെ വിശ്വാസിയായിരിക്കുമ്പോൾ തന്നെ എന്നെയും തിരുത്തും. ഞാനതിന് ബഹുമാനത്തോടെ നിന്ന് കേൾക്കും. കാര്യം പക്വതയുള്ള പരിജ്ഞാനമുള്ള ഒരാൾ പറയുന്നതിൽ എനിക്ക് സന്തോഷത്തോടെ എനിക്കത് കേൾക്കുവാൻ പറ്റും. ഞാൻ എൻ്റെ ഏറ്റവും വലിയ പ്രയാസം ഐസക്കായിരുന്നു. ഞാൻ ഐസക്കിനോട് 2 ദിവസം മുമ്പ് ചോദിച്ചു, മോനെ, അവനെ മോർച്ചറിയിൽ വന്ന് കാണുമ്പോൾ അവൻ്റെ അകത്തൊരു പ്രത്യേക ധൈര്യം ഞാൻ കാണാനിടയായി തീർന്നു. അവനെ ഞാൻ 2 ദിവസം മുമ്പ് രാത്രിയിലൂടെ ഞാൻ ചോദിച്ചു. അവൻ എന്നോട് പറഞ്ഞ കാര്യം, മംഗളെ, ഞാനിത് കാണുകയായിരുന്നു. ചില മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ മമ്മി എന്നെ വിട്ടു പോകുന്നതും ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നതും ഒക്കെ എൻ്റെ ദൈവം എന്നെ കാണിച്ചു. ഞാൻ ഐസക്കിനോട് ചോദിച്ചു, ഐസക്ക് വാടാ എൻ്റെ കൂടെ നിൽക്കടാ, 5 മിനിറ്റ് അഭിമാനത്തോടെ നിൽക്കടാ. സ്തോത്രം പറയണം. നിങ്ങൾ ഹല്ലേലൂയ പറയണം. ആമേൻ. പറഞ്ഞ വാക്കുകളാണ്. നിങ്ങൾക്ക് ഈ മകന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ഭൗതിക ശരീരത്തിന് വേറെ ഒരു ചടങ്ങ് ഇവിടെ ഇനി ഇവിടുത്തെ പ്രസംഗം 1 മണിക്കൂർ നീട്ടിക്കൊണ്ട് പോയാൽ ഒന്നും കൂടെ കാര്യമില്ല. പറയാനുള്ളതെല്ലാം പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞതാണ്, എൻ്റെ മമ്മി എന്നെ വിട്ടു പോകുന്നത് ഞാൻ കണ്ടു പാസ്റ്റങ്ങളെ. ഞാനതിൽ ധൈര്യപ്പെട്ടു പാസ്റ്റങ്ങളെ. എനിക്ക് നല്ല ഉറപ്പാണ്, ദൈവം അറിയാതെ ഒരു മുടി പോലും താഴെ വീഴത്തില്ല. ഹല്ലേലൂയ. ഈ മമ്മിയുടെ മോനായി ജീവിക്കാൻ പറ്റിയത് നിന്റെ ഭാഗ്യമാണ്. ഈ മമ്മിയുടെ മകനായി ജീവിക്കാൻ പറ്റിയത് നിന്റെ ഭാഗ്യമാണ്. ഐസക്കുമായിട്ട് ഞങ്ങളുടെ ചാത്തന്നൂർ ചർച്ചിൽ ആദ്യം നടന്ന സ്നാനം ഐസക്കിൻ്റെ സ്നാനമായിരുന്നു. ഐസക്ക് സ്നാനപ്പെടാൻ വേണ്ടി ഒരു രാവിലെ പെട്ടെന്ന് വന്നിട്ട്, അവൻ പ്രിപ്പയറായി വന്നവനല്ല, അവൻ ഓടി വന്ന് അവൻ ഡ്രസ്സും വാങ്ങിച്ച് പെട്ടെന്ന് സ്നാനപ്പെട്ടു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഈ കുടുംബം ഭയങ്കര നഷ്ടമാണ്. ഈ പ്രിയപ്പെട്ടവരെ എത്രമാർ ഇവിടുത്തെ ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ കുറേ കൂടെ ദൈവദാസന്മാരുടെ സാന്നിധ്യം ഞാനിവിടെ കണ്ടേനേമായിരുന്നു. കുറേ കൂടെ ദൈവദാസന്മാരെ രാത്രി ഞാനിവിടെ കാണുമായിരുന്നു. മാവേലിക്കരയ്ക്ക് നഷ്ടപ്പെട്ടതൊരു വലിയ നഷ്ടമാണെന്ന് നിങ്ങൾ തിരിച്ചറിയും. ഹല്ലേലൂയ. എനിക്ക് വലിയ ദൈവിക സന്തോഷമുണ്ട്. അഭിഷേകം പ്രാപിച്ച എല്ലാവരും അല്പസമയം അന്യഭാഷയിൽ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. എന്റെ കൃപ നിനക്ക് മതി. എന്റെ കൃപ ബലഹീനതയിൽ തികഞ്ഞു വരും. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവിക അഭിഷേകം ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽ ഈ പൈതലിന് മേൽ വെളിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. എല്ലാവരും അല്പസമയം സ്തോത്രം പറയണം. എല്ലാ വായകൾ തുറന്ന് ദൈവത്തിന് നന്ദി പറയണം. കർത്താവിന്റെ ദാസൻ സജിപ്പാസ് പ്രസംഗിച്ചതുപോലെ, ആമേൻ, ഓടി ലോകത്തിന് വേണ്ടി ഓടി ഒരു മകളുടെ ഭൗതിക ശരീരത്തിന്റെ മുമ്പിൽ അല്ല ഞാൻ നിൽക്കുന്നത്. ക്രിസ്തുവിൽ മരിക്കുന്ന വ്രതന്മാർ ഭാഗ്യവാന്മാരെന്ന് അരുളി ചെയ്ത, ആമേൻ, ഹല്ലേലൂയ. താങ്ക് യു. ഇരുന്നോ. ഞങ്ങളെല്ലാവരും നിന്റെ കൂടെയുണ്ട്. ഓരോ സഹോദരിമാരും ദൈവത്തിന് നന്ദി പറയണം. എനിക്കറിയാം ആൻറ്റിയുടെ മൂത്ത സഹോദരി ഇവിടെ ഇരിപ്പുണ്ട്. എനിക്കറിയാം ആ കുടുംബത്തിലെ 6-7 പേർ
5 പേർ മരിച്ചുപോയി അല്ലേ? 11 പേരിൽ 5 പേർ മരിച്ചുപോയി. അമേരിക്കയിലായിരിക്കുന്ന ആൻറ്റി എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആൻറ്റിയാണ്. അവരുമായിട്ട് തമ്മിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അനിതാൻറ്റിയുടെ മൂത്ത സഹോദരി അമ്മ ഒരു സാൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചുപോയി. അമ്മേ, വ്യാഴാഴ്ച രാവിലെ ഞങ്ങൾക്ക് രാവിലെ ചർച്ചിൽ ഒരു 24 മണിക്കൂർ പ്രാർത്ഥന പെട്ടെന്ന് അനൗൺസ് ചെയ്യാനായിട്ട് കർത്താവ് എന്നോട് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിക്കും. ഒരു ചെയിൻ പ്രയറിന്റെ നടുവിലാണ് അനിതാൻറ്റി നിത്യതയിൽ ചേർക്കപ്പെട്ടത്. ഹല്ലേലൂയ. എനിക്ക് ഭയങ്കര പ്രത്യാശയാണ്. എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട്, ഞാൻ അനുഭവിക്കുന്നത് ദൈവ സാന്നിധ്യമാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത്. ഈ മരണ വീട്ടിൽ ഞാൻ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യമാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം. എത്ര പേർ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്? അനുഭവിക്കുന്നവർക്കായി സ്തോത്രം. 1-2 വാക്കുകൾ മാത്രം ഒന്ന് വായിച്ചിട്ട് ഞാൻ എൻ്റെ ശുശ്രൂഷകൾ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷേ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ക്രിസ്തീയ പ്രത്യാശ നൽകി തരുന്ന വാക്യങ്ങൾ. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച് പ്രസംഗിക്കുവാൻ ഒന്നും നിൽക്കുന്നില്ല. ആമേൻ. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാൽ. നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പേ ആകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. 1-2 വാക്യങ്ങളോട് വായിച്ചാട്ടമാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളോട് വായിച്ച്. അങ്ങനെ ഒത്തിരി വാക്യങ്ങൾ വായിക്കാറുണ്ട്, പക്ഷെ ഞാനൊന്നും സമയം എടുക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയ ഞാൻ ഇരിക്കുന്ന ഇടത്തും നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്നു നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട് മതി. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 11-ാം അധ്യായത്തിന്റെ 25-26 വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 1 യേശു അവളോട് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ഞാനൊരു വാക്ക് പറഞ്ഞോട്ടെ. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. വേദപുസ്തകത്തിന്റെ ഏറ്റവും ആധികാരികമായ ഒരു വാക്യങ്ങളൊന്നാണ്, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വന്നിരിക്കുന്നു. എത്ര പേരുന്ന വാക്യം ചേർന്ന് പറയും? മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വന്നിരിക്കുന്നു. മരിച്ച ആളുകൾക്ക് എങ്ങനെ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കാൻ പറ്റും? മരിച്ചവർക്ക് എങ്ങനെ വിളി കേൾക്കാൻ പറ്റും? ഇപ്പോൾ നിങ്ങൾ ആരെല്ലാം വിളിച്ചാലും, അനിതയെന്ന് വിളിച്ചാൽ, സമവലിച്ചാൻ വിളിച്ചാൽ അനിത വിളി കേൾക്കത്തില്ല. ഏറ്റവും പ്രിയപ്പെട്ട മോൻ വിളിച്ചാൽ ആമേൻ അനിത വിളി കേൾക്കത്തില്ല. പക്ഷെ അനിത വിളി കേൾക്കുന്നൊരു സമയമുണ്ട്. ഹല്ലേലൂയ. വേദപുസ്തകത്തിന്റെ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ പ്രസംഗിക്കുന്ന വേദപുസ്തകത്തിന്റെ ആധികാരികത അതാണ്. അനിത വിളി കേൾക്കുന്ന ഒരു സമയമുണ്ട്. അനിത വിളി കേൾക്കുന്ന ശബ്ദം എപ്പോഴാണെന്ന് ചോദിച്ചാൽ, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മടങ്ങി വരുമ്പോൾ, മുമ്പേ ക്രിസ്തുവിൽ മരിച്ചവർ ആമേൻ 1000 വിശുദ്ധന്മാരുടെ കല്ലറകളിൽ നിന്നും ആമേൻ അവർ ഉയർത്തെഴുന്നേക്കും. മരിക്കാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇപ്പോൾ യേശു കർത്താവ് വരണം. ഇപ്പോൾ യേശു കർത്താവ് വന്നാൽ നമുക്ക് മരിക്കാതിരിക്കാൻ പറ്റും. അതല്ല എങ്കിൽ ഒരു പക്ഷേ ഈ മോർച്ചറിയിൽ അടുത്ത ആഴ്ച നമ്മൾ കിടക്കേണ്ടി വരും, നാളെ നമ്മൾ കിടക്കേണ്ടി വരും. ഈ ധൈര്യം നമ്മുടെ അകത്തുണ്ടാകട്ടെ. ആമേൻ. ഒരു ഭക്തൻ ജീവിച്ചിരിക്കുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, എനിക്ക് കർത്താവിൻ്റെ അടുക്കൽ വരണം. എത്ര പേർ പറയുന്നുണ്ട് അങ്ങനെ? ഹല്ലേലൂയ. എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. പ്രസംഗങ്ങളല്ല, അധിക പ്രസംഗമായി പോകും. അതിനൊന്നും ഇവിടെ കാര്യമില്ല. എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തി. ആമേൻ. പക്ഷേ എനിക്കൊരു നല്ല യാത്രയപ്പ്, ഒരു ആരാധിച്ചൊരു യാത്രയപ്പ് കൊടുക്കണം. അതൊരു വർഷിപ്പ് ലീഡറിൻ്റെ, ഒരു ദൈവദാസിയുടെ, കർത്താവിന് വേണ്ടി അധ്വാനിച്ച ഒരു ദൈവദാസിക്ക് എല്ലാവരുടെ ചേർന്നൊരു നല്ല ആരാധന ആരാധിച്ച് നമുക്ക് യാത്രയേക്കാം. എത്ര പേരുടെ കൂടെ ചേർന്ന് കർത്താവിന് നന്ദി പറയാൻ പറ്റും? ഒരുമിച്ചൊന്ന് എഴുന്നേറ്റാട്ടെ. ഒരു പഴയ പാട്ട്, മരണപ്പാട്ടൊന്നും അല്ല മോനെ, ഒരു പഴയ പാട്ട് എൻ്റെ മനസ്സിൽ വരുന്നു. കൂടെ ഞാൻ വന്നോട്ടെ നിന്റെ സ്നേഹ കൊടി കീഴിൽ. വന്നോട്ടെ നിന്റെ സ്നേഹ സന്നിധിയിൽ, കൂടെ ഞാൻ വന്നോട്ടെ നിന്റെ സ്നേഹ സന്നിധിയിൽ, നിന്നെ മുഖാമുഖം കാണുന്നു ആയിടം. അറിയാവുന്നവർ ചേർന്ന് പാടിയേ.
പിരിയാൻ കഴിയുകയില്ല. നിൻ സ്നേഹ കരസ്പർശം കൂടെ ഞാൻ വന്നോട്ടെ. നിന്റെ സ്നേഹ സന്നിധിയിൽ കൂടെ ഞാൻ വന്നോട്ടെ. നിന്റെ സ്നേഹ സന്നിധിയിൽ നിന്നെ മുഖാമുഖം കാണുന്നു ആയിടം. പിരിയാൻ കഴിയുകയില്ല. നിൻ സ്നേഹ കരസ്പർശം ഇതാ മഹത്വം നിൻ മുഖത്തിലല്ലയോ. പിതാ മഹത്വം നിൻ മുഖത്തിൽ അല്ലയോ. ഹല്ലേലൂയ. ചേർന്ന് പാടി ഹല്ലേലൂയ. 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 എല്ലാ വായ്കൾ തുറന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഈ അന്തരീക്ഷത്തിൽ ദൂതന്മാർ നിൽക്കുന്നത് എത്ര പേർ കാണുന്നു? ഗെത്സമനയിൽ യേശു മരണത്തെ നേരിടുമ്പോൾ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ നിന്ന ദൂതന്മാർ ഈ വേദന അനുഭവിക്കുന്ന പലരുടെ അടുക്കൽ നിന്ന്, മകന്റെ അടുക്കൽ നിന്ന്, ആമേൻ, ഭർത്താവിന്റെ അടുക്കൽ നിന്ന്, സഹോദരിമാരുടെ അടുക്കൽ നിന്ന്, സഹോദരന്മാരുടെ അടുക്കൽ നിന്ന് ആശ്വസിപ്പിക്കുന്ന ദൂതന്മാരുടെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ചേർന്ന വരികളൊന്നുകൂടെ പറഞ്ഞ്, ദൂത സംഘമാകവേ എന്നെ എതിരേൽക്കാൻ, ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിയിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിയിടും ഞാൻ. കൈകളാൽ തീർക്കപ്പെടാത്തതാ പുതുശാലേ നഗരമതിൽ. പ്രത്യാശയോടെ പാടിയേ. കൈകളാൽ തീർക്കപ്പെടാത്തതാ പുതുശാലേ നഗരമതിൽ. സദാകാലം ഞാൻ മണവാട്ടിയായി പരനോട് കൂടെ വാഴുമേ. സദാകാലം ഞാൻ മണവാട്ടിയായി പരനോട് കൂടെ വാഴുമേ. ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിയിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ
കൊരിന്ത്യർ ലേഖനത്തിൽ ഒരു വാക്യം അവസാനമായി ഞാൻ വായിക്കുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളത്തില്ല, എന്നാൽ അന്ത്യ കാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കണമെന്നിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നിരിക്കുന്ന വചനം നിവർത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ആകയാൽ ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ സഹോദരന്മാരെ, ആകയാൽ ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയ സഹോദരി അനിതയുടെ പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങളാൽ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുക. നിങ്ങൾ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും ആമേൻ വർദ്ധിച്ചു വരികയും ചെയ്യുവിൻ. പ്രാർത്ഥിച്ച് നമ്മൾ ഈ ഭൗതിക ശരീരം ആമേൻ തനിക്കായി യാത്രയ്ക്കായി ഒരുക്കിയിരിക്കുന്ന ആമേൻ ആ ബോക്സിലേക്ക്, കോഫിൻ ബോക്സിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം ആമേൻ അന്ത്യചുംബനം കൊടുക്കുവാനുള്ള സാവകാശം ഉണ്ടായിരിക്കും. ആമേൻ ഒരു പാട്ടിന്റെ വരികൾ പാടുമ്പോൾ തൻ്റെ ജീവിതത്തിന്റെ ഏറിയ പങ്ക് ചിലവഴിച്ച ഈ ഭവനത്തിൽ നിന്ന് ആമേൻ ആമേൻ ഭൗതിക ശരീരം ആമേൻ യാത്രയാകുകയാണ്. ഒരു വലിയ പ്രത്യാശയോടുകൂടെ നമുക്ക് പ്രിയ മകളെ യാത്രയയക്കാം. പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞതിന് ശേഷം സെമിട്രിയുടെ ആമേൻ യാത്രകൾ ആമേൻ പറയുന്നതായിരിക്കും. എല്ലാവരും അങ്ങോട്ട് വരണമെന്നില്ല. ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവർ, ബന്ധുക്കൾ, ചർച്ചക്കാർ മാത്രം അങ്ങോട്ട് വരിക. വെറ്റിയാറുള്ള സെമിട്രിയിൽ അത്യാവശ്യക്കാർ മാത്രം പോകുക. അല്ലാത്ത പ്രിയപ്പെട്ടവർ ഇവിടെ തന്നെ ആയിരിക്കുക. കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ആമേൻ ബെന്നി പാസ്റ്റർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് സഹായിക്കുമാറാകും. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് എന്ന വിലപ്പെട്ട ശുശ്രൂഷകൾക്കായി സ്തോത്രം. കർത്താവേ, വിലപ്പെട്ട ശുശ്രൂഷകൾ അടുത്ത നിമിഷങ്ങൾ അതിൻ്റെ പ്രധാനപ്പെട്ട കർത്താവേ ശുശ്രൂഷകൾക്ക് വേണ്ടി മാറുമ്പോൾ ഞങ്ങളുടെ കുടുംബാശീർവാദങ്ങൾ ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും അതൊരു വലിയ ആശീർവാദമാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഉടമ്പടിയോടെ ഞങ്ങൾക്ക് എന്ന വലിയ ആശീർവാദത്തിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ഈ വീട്ടിലെ ഭൗതിക ശരീരത്തോടുള്ള ബന്ധത്തിലെ ശുശ്രൂഷകൾ അവസാനിപ്പിക്കുകയാണ്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ഭൗതിക ശരീരം ആമേൻ ഉത്തരവാദിത്തപ്പെട്ടവർ കോഫിൻ ബോക്സിലേക്ക് മാറ്റുകയും മൊബൈൽ മോർച്ചറി ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനു ശേഷം പ്രിയപ്പെട്ടവർക്ക് അന്ത്യചുംബനം നൽകി പെട്ടിയിലാക്കിയതിനു ശേഷം അന്ത്യചുംബനം നൽകി പ്രിയ മകളെ യാത്ര അയക്കുവാനുള്ള സമയമാണ്. ഈ സമയത്ത് പ്രത്യാശയുടെ ഗാനങ്ങൾ പറയുകയും പാടുകയും സെമിട്രിയിലേക്ക് പോകുവാനുള്ള ആളുകൾ പോകുകയും ചെയ്യുക.